പരിശുദ്ധ പരമപിതാവായ തമ്പുരാനെ, ഞങ്ങളുടെ കണ്ണുകളും ഹൃദയങ്ങളും നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. നിന്റെ തിരുവചനത്തിൻ്റെ ആഴം ഞങ്ങൾ അറിഞ്ഞുകൊള്ളുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം തമ്പുരാനെ ഞങ്ങളിൽ ഈ ധ്യാനം വഴിയായി നിറയ്ക്കുമാറാകണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹീതരായ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് അല്പനേരത്തെ ധ്യാന തിരുവചനമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 6 അധ്യായം 16 ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന തിരുവചനമാണ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാസസ്ഥലം മനുഷ്യ ഹൃദയങ്ങളാണ്. സഹോദരങ്ങളെ, ഈ വചനം വെറുമൊരു വാഗ്ദാനമല്ല, ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ്. സർവശക്തനായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് ഈ തിരുവചനം. നാം അന്വേഷിച്ചു നടക്കുന്ന, നാം തിരഞ്ഞു നടക്കുന്ന ദൈവം നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മിൽ നിന്ന് ദൂരെയല്ല പ്രിയ ദൈവമക്കളെ. അവൻ നമ്മുടെ സമീപത്തു തന്നെയാണ്. അവൻ നമ്മുടെ ഉള്ളിലാണ്. മനുഷ്യ ഹൃദയം ഒരു ദേവാലയമാണ്. അത് ശുദ്ധമായിരിക്കണം, കാരണം അവിടെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരുടെ ഇടയിൽ നടക്കുമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം? നമ്മുടെ ഓരോ ദിവസവും, ഓരോ തീരുമാനങ്ങളും, നമ്മുടെ ഓരോ വേദനകളും, നമ്മുടെ ഓരോ വേവലാതികളും, നമ്മുടെ ഓരോ സന്തോഷങ്ങളും, ഇവയെല്ലാം ദൈവം കാണുന്നുണ്ട് പ്രിയ ദൈവമക്കളെ. അവൻ അറിയുന്നുണ്ട്, അവൻ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം ഒറ്റയ്ക്കല്ല. നാം കരയുമ്പോൾ ദൈവം നമ്മോടൊപ്പം നടക്കുന്നു. നാം വീഴുമ്പോൾ അവൻ നമ്മെ കൈപിടിച്ചുയർത്തുന്നു. ഞാൻ അവർക്കു ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്നാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇതൊരു ഉടമ്പടിയാണ്. ദൈവം നമ്മെ തൻ്റെ ജനമായി വിളിക്കുന്നു പ്രിയ ദൈവമാണ്. പക്ഷെങ്കിൽ നാം അവൻ്റെ ജനമായിട്ട് നമ്മുടെ ജീവിതം അവന് പ്രസാദമായിട്ടുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? ആ ദൈവിക സ്നേഹം നമ്മിൽ പ്രകടമാകുന്നുണ്ടോ? ഇവിടെ ഒരു പരിശുദ്ധതയുടെ വിളിയുണ്ട്. ദൈവം നമ്മുടെ ഇടയിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. അങ്ങനെയല്ലേ? പാപം അത് ദൈവ സാന്നിധ്യത്തെ മറയ്ക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പശ്ചാത്താപം നമുക്ക് അനിവാര്യമാണ്. പ്രാർത്ഥന നമുക്ക് അനിവാര്യമാണ്. ഒരു വിശുദ്ധ ജീവിതം നമുക്ക് അനിവാര്യമാണ് പ്രിയ ദൈവമക്കളെ. അതിനായിട്ട് നമ്മുടെ ഉള്ളം ദൈവത്തിനായി നാം തയ്യാറാക്കണം. ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് ഒരു ആത്മീയ യാത്രയാണ്. ഈ യാത്രയിൽ ചിലപ്പോൾ നമ്മൾ തളർന്നു പോയേക്കാം, ചിലപ്പോൾ നാം സംശയിച്ചേക്കാം, ചിലപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ദൂരെയാണ് എന്ന് പോലും നമുക്ക് തോന്നിയേക്കാം. പക്ഷേ എന്നാൽ ഈ തിരുവചനം നമ്മോട് പറയുന്നു, ഞാൻ അവരുടെ ഇടയിൽ നടക്കുമെന്നാണ്. അവൻ ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല, നമ്മെ തള്ളിക്കളയുകയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുകയുമില്ല പ്രിയ ദൈവമക്കളെ. ഇതൊരു സ്നേഹത്തിൻ്റെ വിളിയാണ്. ഇന്ന് ഈ ധ്യാന തിരുവചനം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ്, അത് നിത്യമാണ്, അത് മാറ്റമില്ലാത്തതാണ് പ്രിയ ദൈവമക്കളെ. ആ സ്നേഹം നാം സ്വീകരിക്കണം.
അത് നാം കാണാതെ പോകരുത്, അത് നാം അനുഭവിക്കാതെ പോകരുത്. ആ സ്നേഹം തിരിച്ചറിയുക തന്നെ ചെയ്യണം. അതിനുശേഷം ആ സ്നേഹം നാം മറ്റുള്ളവർക്കും പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം. പ്രിയ ദൈവമക്കളെ, കൂരിരുട്ടിൽ ഒരു മിനാമിനുമിന്റെ നുറുങ്ങുവെട്ടം പോലെയെങ്കിലും മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം നമുക്ക് പകർന്നു നൽകുവാൻ സാധിക്കണം. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ എനിക്ക് വസിക്കുവാൻ നിന്റെ ഹൃദയത്തിൽ സ്ഥലം നൽകാമോ? അതിനായിട്ട് നിന്റെ ഹൃദയം ഒന്ന് തുറന്നു നൽകാമോ? നിന്റെ ജീവിതം ഒന്ന് സമർപ്പിക്കാമോ? പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഏഴകളും പാപികളും ദോഷികളുമാകുന്ന അടിയങ്ങൾ നിൽക്കുന്നു. ഞങ്ങളുടെ ഹൃദയം ഒന്ന് ശുദ്ധമാക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിന്റെ വാസസ്ഥലമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങളോടൊപ്പം നടക്കണമേ. ഞങ്ങൾ നിന്റെ ജനമായി ജീവിക്കട്ടെ. ആമേൻ.